I invite Sri Anish Mohan to take the stage for the keynote address. വലിയ പ്രതിസന്ധി ജീവിതത്തിൽ ഉണ്ടായിട്ടും അത് അവസരമാക്കിയ അപാരമായ ആത്മവിശ്വാസമുള്ള ഒരാളാണ്. വരുന്നു കോട്ടയം ആർപ്പൂക്കരയിൽ നിന്ന് അനീഷ് മോഹൻ. അനീഷ് മോഹന്റെ കഥ നിങ്ങൾ കേട്ടാൽ നിങ്ങൾ നാടും. എനിക്ക് എന്തുകൊണ്ടെന്നൊരു ചോദ്യമുള്ളൂ. വൈ? എനിക്ക് ജീവിച്ചേ പറ്റൂ, എനിക്ക് മുമ്പോട്ട് പോയേ പറ്റൂ. അതെങ്ങനെയെന്നുള്ളതില്ല. അപ്പൊ നമ്മൾ ഈ വൈക്കുള്ള ഉത്തരം തേടിപ്പോയാൽ മതി. ഹൗ തന്നെ ഉണ്ടായിക്കോളൂ. എങ്ങനെ പറ്റില്ല എന്ന് ചിന്തിച്ചാൽ അവിടെ കിടന്നു പോകത്തുള്ളൂ, ഇരുന്ന് കരയത്തേ ഉള്ളൂ. കാരണം കരയാനും മാത്രമുള്ള കാരണങ്ങളും വിഷമങ്ങളും ഉണ്ട്, വേദനകളും ഉണ്ട്. അപ്പോഴൊക്കെ താങ്കളുടെ ആത്മവിശ്വാസത്തിന്റെ ഒരു റേറ്റ് അളന്നാൽ വളരെ താഴെ പോയി. വളരെ താഴെ, സീറോയ്ക്ക് താഴെ അവിടം വരെ പോകാവോ, അവിടം വരെ വേണം പറയാം. വളരെ പോയി. ഇനി ജീവിച്ചിട്ട് കാര്യമില്ല, ഒരു പ്രതീക്ഷയില്ലല്ലോ, മാർഗമില്ല. ഇല്ല, പക്ഷെ അതിൽ നിന്നാണ് താങ്കൾ കയറി വന്നത്. അതെ, ഓക്കെ, സല്യൂട്ട്. താങ്ക് യു. എനിക്ക് താങ്കൾ ഒരു അത്ഭുതമായി ശരിക്കും. കാരണം നമ്മളിങ്ങനെ പല ആൾക്കാരെയും ഈ ഫ്ലോറിൽ കണ്ടിട്ടുണ്ടെങ്കിലും വളരെ ബുദ്ധിമുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ ശ്രമിക്കുന്നത് അത് ഞാൻ താങ്കളെ മാത്രമേ കണ്ടു. താങ്ക് യു. അതാണ് ഞാൻ സല്യൂട്ട് ചെയ്തു പോകുന്നത് താങ്കളെ. കാര്യം ഇതൊക്കെ എന്ന് വെച്ചാൽ നമുക്കിതൊരു ദൈവ നിശ്ചയമാണെന്നോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പലതും പറയും. പക്ഷേ ദൈവ നിശ്ചയത്തിനപ്പുറം ഒരു മനുഷ്യൻ നടത്തുന്ന ഒരു സ്ഥിരോത്സാഹവും അതിനുപരി ഒരു കഠിനാധ്വാനവും പിന്നെ യാതന സഹിക്കാനുള്ള ഒരു വിശ്വാസവും ഒക്കെ താങ്കൾക്കുണ്ട്. അത് താങ്കൾ ജീവിതത്തിൽ നടത്തി കാണിച്ചു എന്നുള്ളതാണ് നീതിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കാര്യം. You are always keeping a wonderful smile that ignites positive energy to each and every person that you meet. മറ്റുള്ളവർക്ക് ജീവിതത്തിൽ പ്രതീക്ഷ നൽകുക, അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാനിപ്പം ഗവൺമെൻറ് സർവീസിലായിരുന്നു. സർവീസിന് ലീവ് എടുത്ത് ഇറങ്ങിയിരിക്കുകയാണ്. സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഹഗ് ഇന്റർനാഷണൽ ആണ് എൻ്റെ പേര്. ഹഗ്, HUG. ഈ ഹഗിൻ്റെ ഫുൾ ഫോം ബി ഹോപ്പ്ഫുൾ, അൺലീഷ് യുവർ യൂണിക്നെസ്, ഗ്രോ പർപ്പസ്ഫുള്ളി എന്ന്. എന്ത് സംഭവിച്ചാലും, എത്ര വലിയ പ്രതിസന്ധി ഉണ്ടായാലും ശരി, അത് സാമ്പത്തിക പ്രതിസന്ധി ആയിക്കോട്ടെ, ആരോഗ്യ പ്രതിസന്ധി ആയിക്കോട്ടെ, ഇവൻ ഒരാൾ നമ്മളെ വിട്ടുപോയതായിക്കോട്ടെ, അവിടെ ഒരു സാധ്യതയുണ്ട്. അത് കണ്ടെത്താം. എനിക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം അതിലേക്ക് തുറന്ന് നോക്കുവാൻ, ചിന്തിക്കാൻ സാധിച്ചു. അമ്മയാണ് തുടങ്ങി വെച്ചതെങ്കിൽ എനിക്ക് പറ്റിയ ഗുരുക്കന്മാരെ കിട്ടി. ഡോക്ടർ മാത്യു കണമല, ആ വ്യക്തിയാണ് എൻ്റെ ജീവിതത്തിൽ പ്രകാശമേകിയത്, വീണ്ടും ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്. ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ചൊരു ഫാമിലി കൗൺസിലറാണ്. എൻ്റെ ടീമിലെ ഈ കൗൺസിലിംഗ്, ഈ ഹഗ് ഇൻ്റർനാഷണലിൻ്റെ കൗൺസിലിംഗ് അദ്ദേഹം ലീഡ് ചെയ്യുന്നു. നമുക്ക് നമ്മളൊരു കഴിവുണ്ടല്ലോ. അപ്പോൾ സാറിൻ്റെ ഒരു യുണീക്ക് കഴിവാണ് ഈ റിവേഴ്സ് ക്വിസിലൂടെ ഇത്തരങ്ങളെ കണ്ടെത്തുക. ഇതുപോലെ എത്ര ഡിസബിലിറ്റി ഒരു വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരു കഴിവുണ്ട്. ആ കഴിവ് കണ്ടെത്തി കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവരെ ട്രാക്കിൽ എത്തിക്കാൻ പറ്റും. കുറച്ച് പേർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കണം. ഇപ്പോൾ എൻ്റെ ഫാമിലിയോട് ഇപ്പോൾ 10 പേർക്ക് വരുമാനം എത്തിക്കുന്നുണ്ട്. അത് എത്തിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഓൺട്രപ്രണർഷിപ്പ് നടക്കില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇവിടെ തൊഴിലവസരം ഇല്ല എന്ന് പറയുന്നു. ആ നാട്ടിൽ തൊഴിൽ നൽകുന്നതാണ് യഥാർത്ഥ ഹീറോയിസ്. അതിനുവേണ്ടി തന്നെയാണ് ജോലിയിൽ നിന്ന് ലീവ് എടുത്തിറങ്ങി സ്വന്തം സ്ഥാപനത്തിലേക്ക് വന്നത്. ശമ്പളം വാങ്ങുന്നതല്ല, ശമ്പളം നൽകാൻ കഴിയുന്നതാണ്. 100 പേര് ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതിനപ്പുറം 10 പേർക്ക് തൊഴിൽ നൽകാൻ പറ്റുവാണെങ്കിൽ അതാണ് ഈ നാട്ടിന് വേണ്ടത്. അതാണ് ഞങ്ങളുടെ മെസ്സേജ്. താങ്കളുമായി സംസാരിച്ചൊരു ദിവസം കണ്ടെത്തിയിട്ട് അഖിലേക്ക് വരാം. താങ്ക് യു. വാവ്, ശരിക്കും ഇത് തൊട്ട് മുമ്പ് നടന്ന പെർഫോമൻസ് ഇൻഫാൻ്റെ കൊയർ എങ്ങനെയുണ്ടായിരുന്നു? അമേസിങ് അല്ലേ, അമേസിങ്. സത്യത്തിൽ ഇവിടെ വന്ന നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങളൊന്ന് ആലോചിക്കുമായിരുന്നു. എത്ര പ്രൊഫഷണലായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്, എത്ര സിസ്റ്റമാറ്റിക്കായിട്ടാണ്, എത്ര ഭംഗിയിൽ ഇവിടുത്തെ കുട്ടികളെ ഒരുക്കിയിരിക്കുന്നത്. ടീച്ചേഴ്സ് എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കൊരു മോനുണ്ട് പിരിവിരിപ്പിനാണ്. അപ്പം കഴിഞ്ഞ ദിവസം അവരുടെ സ്കൂളിൽ ആനുവൽ ഡേ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ ആളുടെ പിരിവിരിപ്പ് കാരണം സ്കിറ്റിൽ ടീച്ചർ കൊടുത്ത റോള് പുറകിൽ മരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് മുമ്പിൽ നിർത്തിയ ആൾ പ്രശ്നം ഉണ്ടാക്കുന്നത് പുറകെ ഒരു മരമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ മരത്തിനുള്ള ആകപ്പാടുള്ളത് പച്ച ഡ്രസ്സ് വേണം. ആ പച്ച ഡ്രസ്സിന് വേണ്ടി അവനുണ്ടാക്കിയ ബഹളവും അതിനുവേണ്ടി ഓടിയ ഓട്ടവും ഞങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത്രയും മനോഹരമായി ഈ പ്രോഗ്രാംസ് ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ അത് നടത്തുന്നതിന് അതിൻ്റെ പിന്നിൽ ഓരോ രക്ഷകർത്താക്കളും അധ്യാപകരും ഇവിടുത്തെ എൻ്റെ ടീമും എടുത്തിട്ടുള്ള എഫേർട്ട് ചെറുതല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരൊറ്റ കാര്യം ചെയ്തല്ലോ, എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇത്രയും മനോഹരമായി ഈ ഇൻഫാൻ്റെ 2025 ഭംഗിയാക്കുന്ന ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും, അത് ഇൻക്ലൂഡിങ് നിങ്ങൾ പേരൻസും ഉണ്ട് കേട്ടോ, ഒന്ന് എഴുന്നേറ്റ് നിന്ന് നല്ലൊരു കൈയടി, നല്ല ശക്തമായൊരു കൈയടി നൽകിക്കേ. എക്സലൻറ്റ്, 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 എക്സലൻറ്റ്. ഇരിക്കരുത്, ഇരിക്കുന്നതിന് തൊട്ട് മുമ്പ് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കൊരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ട് ആ വ്യക്തിയുടെ മുഖത്ത് നോക്കി എന്തെങ്കിലും ഒരു നല്ല കാര്യം പറയണം. നല്ല ചിരിയാണ് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല കണ്ണടയാണ്, നല്ല ഉടുപ്പാണ്, എന്തെങ്കിലും നല്ലത്. മുടിയില്ലാത്ത ഒരാളെ നോക്കി നല്ല തലയാണെന്ന് പറയരുത്. ഉള്ള ഓക്കെ, പെട്ടെന്നായിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ. ക്യുക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ആ വ്യക്തിക്ക് ഒരു വൈബ് കിട്ടട്ടെ, വൈബ്, പോസിറ്റീവ് വൈബ്. യെസ്, പ്ലീസ് ഡൗൺ, പ്ലീസ് ഡൗൺ, പ്ലീസ് ഡൗൺ. ഭയങ്കര പക്ക ടൈമിങ് കേട്ടോ, എല്ലാം നല്ല കൃത്യമായിട്ട് നടക്കുന്നു. ഓക്കെ, ശരിക്കും നമ്മുടെ ഭാവി ശോഭനമാണല്ലേ, അല്ലേ? നമ്മൾ ഈ
നമ്മുടെ യുവാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ 2K കിഡ്സ് പ്രശ്നക്കാരാണ്, ഇവിടെ മൊത്തം ലഹരിയാണ്, അടിപിടിയാണ്, ബഹളാന്നൊക്കെ പറയുമ്പോൾ ഈ സ്റ്റേജിൽ കയറിയ കുട്ടികളെ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയല്ലേ, നമ്മുടെ ഭാവി ശോഭനല്ലേ? ഓർണോ? ഉറപ്പല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ചെറിയൊരു വിഷയം നിങ്ങൾക്കായിട്ട് സംസാരിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒളിച്ചോടാനുള്ളതല്ല ജീവിതം, പോരാടാനുള്ളതാണ്. ഒളിച്ചോടാനുള്ളതല്ല, പോരാടാനുള്ളതാണ്. പോരാട്ടം ഒന്നുമല്ല പഠിപ്പിക്കാൻ പോകുന്നത്. പക്ഷേ ഇത് ഈ കാഞ്ഞിരപ്പള്ളിയുടെ മണ്ണിൽ പറയണമെന്ന് ഞാൻ ആദ്യമായിട്ട് ആഗ്രഹിക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. ഇന്ന് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജില്ലകളിൽ 2ാം സ്ഥാനത്തുള്ളത് കോട്ടയാണ്. 1 പത്തനംതിട്ടയാണ്, 2 കോട്ടയം ഇടുക്കിയൊക്കെയാണ്. അപ്പം നല്ല രീതിയിലുള്ള മൈഗ്രേഷൻസ് നടക്കുന്നുണ്ട്. ഞാൻ മൈഗ്രേഷൻ എതിരാണ് എന്നൊന്നുമല്ല, അതിൻ്റെ അപ്പുറം എന്തുകൊണ്ട് നമ്മളുള്ളവർ നമ്മുടെ കഴിവുകൾ കാണുന്നില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പങ്കുവെക്കാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ ഇതിനു മുമ്പ് പരിചയമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയേക്കാവോ? ഇതിനു മുമ്പ് എന്നെ പരിചയമുള്ള ഓക്കെ, അവിടെ ഒരു ഫാമിലി ഉണ്ട്, ഇവിടെയുണ്ട് സുമേഷ്. ഓക്കെ, ഇത്രയും പേരുള്ള അപ്പം ഭയങ്കര ഇൻട്രൊഡക്ഷനൊക്കെ ആയിരുന്നല്ലോ, വളരെ ഫേമസ് ആണ് എന്നൊക്കെ. ഓക്കെ, എന്നെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റോറി പറയണം എന്നുള്ള കാര്യം പറയും. അപ്പോൾ അതുകൊണ്ട് വേഗം ഒന്ന് എൻ്റെ സ്റ്റോറി പറയാം. ഞാൻ കോട്ടയം ജില്ലയിലെ ആർപ്പുക്കര സ്വദേശിയാണ്. ദൈവം ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുള്ള ജന്മങ്ങളിലൊന്നാണ് എൻ്റേത്. ഐ ആം വൺ ഓഫ് ദ മോസ്റ്റ് ബ്ലെസ്ഡ് പേഴ്സൺ ഇൻ ദ വേൾഡ്. അത് പൊങ്ങച്ചം പറയാൻ വേണ്ടിയല്ല, സത്യസന്ധമായി പറയുന്നതാണ്. ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ എൻ്റെ ഈ ജന്മത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ മകനോ മകളോ ആകണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന ഒരു മകൻ കൂടിയാണ്. കാരണം അങ്ങനെയാണ് ഞങ്ങളെ വളർത്തിയെടുത്തിരിക്കുന്നത്. അച്ഛൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നാടിന് വേണ്ടി ജീവിച്ച മനുഷ്യനാണ്. ഇന്നും അതേ നാടിന് വേണ്ടി അദ്ദേഹം നല്ല രീതിയിലുള്ള സംഭാവന നൽകാറുണ്ട്. ഞങ്ങൾ കൂലിപ്പണിക്കാരാണ്. അച്ഛൻ രാവിലെ പണിക്ക് പോകുന്ന 2 കാലിലാണെങ്കിൽ, കൃത്യമായി പറഞ്ഞ ആശാരിയാണ് കേട്ടോ, രാവിലെ പണിക്ക് പോകുന്ന 2 കാലിലാണെങ്കിൽ വൈകുന്നേരം തിരിച്ചു വരുന്നത് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ സേവനം കൃത്യമായി നൽകേണ്ടടുത്ത് നൽകിയിട്ട് 2 കാലിന് പകരം 4 കാലിൽ. എങ്കിൽ ഏതാണ് ആ സാമൂഹ്യ സേവന കേന്ദ്രം? അധികമൊന്നും ഇല്ലെന്നേ. ബിവറേജ് കോർപ്പറേഷൻ 1000 രൂപയ്ക്ക് പണിക്ക് പോയാൽ അങ്ങേറ്റം പോയാൽ 700-800 മദ്യപിക്കും. മാത്രമല്ല അച്ഛന് ചെറിയൊരു അസുഖം കൂടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ പട്ടിണി കിടന്ന് വളരാനുള്ള ഭാഗ്യം ഉണ്ടായി എനിക്കും എൻ്റെ ചേട്ടനും അമ്മയ്ക്കും. ഈ എൻ്റെ വീടെന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ചാണകം മെഴുകിയ തേക്കാത്ത ഭിത്തിയുള്ള യാതൊരുവിധ അടിസ്ഥാന സൗകര്യം ഇല്ലാത്ത, ഞാൻ ഈ പറയുന്ന കഥ ഒത്തിരി പഴക്കമല്ല കേട്ടോ, 1990, ഞാൻ 88 ജനിച്ചത്, 90 കാലഘട്ടത്തിലെ കഥയെ പറയുന്നത്. എൻ്റെ അമ്മയുണ്ടല്ലോ, അച്ഛൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ 3 തവണ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എനിക്ക് കാണേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 3ൽ പഠിക്കുമ്പോഴുള്ള പ്രായം എന്ന് പറഞ്ഞ് 7 വയസ്സല്ലേ 8 വയസ്സ്, ആ പ്രായത്തിൽ എൻ്റെ അമ്മ കഴുക്കോലിൽ സാരി ഉടക്കിയിട്ട് ഹാങ് ചെയ്യാൻ നിൽക്കുന്ന കാഴ്ച കാണേണ്ടി വന്ന മകനാണ് ഞാൻ. 5ൽ പഠിക്കുമ്പോൾ അമ്മ ദേഹത്തും മണ്ണെണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാൻ നോക്കിയിട്ടുണ്ട്. അത്ര ഉപദ്രവം അച്ഛൻ. പക്ഷേ മദ്യം ഇറങ്ങിക്കഴിയുമ്പോൾ എൻ്റെ അച്ഛൻ നല്ല മനുഷ്യനാണ് കേട്ടോ. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ വിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലെ വിമല ചേച്ചി വിളിച്ചു പറഞ്ഞു, കൊച്ചേ വേഗം ചെല്ലടാ, അമ്മ കിണറ്റിൽ ചാടി മരിക്കാൻ പോകുന്നു. ഞാൻ ആ ബാഗ് വലിച്ചെറിഞ്ഞ് ഓടിച്ചെന്ന് ഞങ്ങളുടെ വീട്ടിൽ കിണറില്ല, അപ്പുറത്തെ വീട്ടിലെ കിണറാണ്, അമ്മയെ അവിടെ അമ്മയുടെ സാരിയെ പിടിച്ച് വലിച്ച് ഞാൻ താഴോട്ടിട്ടു. അപ്പം നാട്ടുകാരൊക്കെ കാണാൻ നിൽപ്പുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞ ഡയലോഗ് ഇതാണ്, ഈ അച്ഛനൊപ്പം ഞങ്ങളെ തനിച്ചാക്കി അമ്മ പോകുവാണോ എന്ന്. എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നൊരു സത്യം പറയാം, ഏറ്റവും വലിയ വേദന ശാരീരിക വേദനയല്ല, പിന്നെ മാനസിക വേദനയാണ്. അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാ തരുന്നതെങ്കിലോ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ചോറ് തട്ടിക്കളഞ്ഞ് എങ്ങനെ ഉണ്ടാവും? ആ ചോറ് ചാണകം മെഴുകിയ തറയിൽ നിന്ന് വാരിക്കഴിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ? സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ പോലും പുതിയ യൂണിഫോം ഷർട്ടോ പാൻറ്റോ ഒന്നും ഇടാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. അതായിരുന്നു അവസ്ഥ. അന്ന് ഞാൻ വൈകിട്ട് അമ്മ കിണറ്റിൽ ചാടി മരിക്കാൻ ശ്രമിച്ച അന്ന് വൈകിട്ട് ഞാൻ അമ്മയോട് ചോദ്യം ചോദിച്ചു, അമ്മേ നമുക്ക് മാത്രം എന്താ അമ്മ ഇങ്ങനെ തൊട്ടപ്പുറത്തെ വീട്ടിലൊക്കെ എന്ത് സന്തോഷത്തോടെ ജീവിക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞ മറുപടി ഉണ്ട്, എടാ ദൈവം ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ ഏറ്റവും അധികം പരീക്ഷിക്കും. ഇതിൻ്റെ അവസാനം നമുക്കൊരു നല്ലത് വെച്ചിട്ടുണ്ട്, അതിനു വേണ്ടി ഇറങ്ങിക്കോളാൻ. എന്നിട്ട് അമ്മ ഒരു കാര്യം കൂടി ചേർത്തിട, ദൈവം
നിനക്കൊരു യുണീക്ക് സ്കില്ല് നൽകിയിട്ടുണ്ട്, മറ്റാർക്കും ഇല്ലാത്ത എന്തോ കഴിവ് എല്ലാവർക്കും ഉണ്ട്. ഞാൻ ചോദിച്ചു അതെന്താ? അതമ്മയ്ക്ക് അറിയത്തില്ല, അത് കണ്ടുപിടിക്കാനാണ് നിന്നെ സ്കൂളിൽ വിടുന്നത്. അപ്പം ഞാൻ ചോദിച്ചു അമ്മ ഈ പട്ടിണി കിടന്ന് എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? അപ്പം അമ്മ പറഞ്ഞു ഇനി മക്കൾ പട്ടിണി കിടക്കില്ല എന്ന് ഉറപ്പ് നൽകി. എന്നിട്ട് എൻ്റെ അമ്മ ജോലി അന്വേഷിച്ചിറങ്ങി. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു തടിമില്ലിൽ അമ്മയ്ക്ക് ജോലി കിട്ടി. നോക്കണേ, അച്ഛൻ, ചേട്ടൻ, ഞങ്ങൾ 3 പേരും വീട്ടിലിരിക്കുവാണ്, അല്ലെങ്കിൽ പഠിക്കാൻ പോവുകയാണ്. അമ്മ പണിക്ക് പോയിട്ട് ഞങ്ങളെ പോറ്റുക. എനിക്കത് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് തന്നെ ഈ പറച്ചിൽ വലിയ കാര്യമൊന്നുമില്ല, ചെയ്യണം, പ്രവൃത്തിയില്ല കാര്യം. ഞാനും ആ തീരുമാനം എടുത്തു. അറ്റ് ദ ഏജ് ഓഫ് 13, 13ാമത്തെ വയസ്സിൽ ഞാനും പണിക്കിറങ്ങി അമ്മയോടൊപ്പം. പഠിത്തമൊന്നും നിർത്തിയിട്ടില്ല കേട്ടോ. വൈകുന്നേരം സമയം പോവും, സ്കൂൾ വിട്ട് കഴിയുമ്പോൾ നേരെ മില്ലിൽ പോവും. പിന്നെ ശനിയും ഞായറും ഒക്കെ ഓവർ ടൈം കിട്ടുവാണെങ്കിൽ പോവും. 10, +1, +2 വരെയൊക്കെ പണിക്ക് പോയി തന്നെയാണ് പഠിച്ച്. ആശാരിപ്പണിക്ക് പോയി അച്ഛനോടൊപ്പം, കല്ലാശാരിപ്പണിക്ക് പോയി, വെൽഡിംഗ് വർക്കിന് പോയി, ചായക്കടയിൽ ചായ അടിക്കാൻ പോയി. 10ലെ പബ്ലിക് എക്സാം ഇല്ലേ, അന്ന് രാവിലെ ഞാൻ പത്രം ഇടാൻ പോയിട്ട് പരീക്ഷ എഴുതിയ ആളാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റിട്ട് 8-8:30 വരെ പത്രം ഇട്ടിട്ട് പോയിട്ട് പബ്ലിക് എക്സാം എഴുതും. അങ്ങനെ ജീവിച്ചുകൊണ്ടാകാം, വേറെ മോട്ടിവേഷൻ ഒന്നും വേണ്ടായിരുന്നു. ജീവിതത്തിൽ എപ്പോഴേലും തകരുമെന്ന് തോന്നുമ്പോൾ അമ്മയുടെ മുഖത്ത് നോക്കിയാൽ മതി, അതിപ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടാനില്ല. അങ്ങനെ പഠിച്ചുകൊണ്ടാകാം 10ൽ ഞാൻ ക്ലാസ്സിൽ 2ാമനായിരുന്നു. +2ൽ സ്കൂളിലെ 2ാമനും ക്ലാസ്സിൽ 1ാമനുമായിട്ട് പാസ്സാകാനായിട്ട് സാധിച്ചു. താങ്ക് യു. അത് കഴിവുകൊണ്ടല്ല കേട്ടോ, ആവശ്യകത, വേറെ മാർഗ്ഗമില്ല. പോരാടാനാണ് അമ്മ പഠിപ്പിച്ചേക്കുന്നത്, നമ്മൾ പോരാടാൻ ഇറങ്ങിയതാണ്. അങ്ങനെ ജോലിക്ക് +2 കഴിഞ്ഞ് തുടർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമായി അച്ഛൻ്റെ അടുത്ത് ചെന്നു. അന്ന് 2006 ഞാൻ +2 കഴിഞ്ഞ്. മെയിൽ നേഴ്സിംഗ് ഭയങ്കര സ്കോപ്പുള്ള ടൈമാണ്. നേഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമായി ചെന്ന് കയറിയത് അച്ഛൻ്റെ മടയിൽ. ആവശ്യം അറിയിച്ചപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. അച്ഛൻ പറഞ്ഞതാണ്, പഠിത്തമൊക്കെ പൈസ ഉള്ളവർക്ക് പറഞ്ഞിരിക്കുന്ന പണിയാണ്, മക്കൾ സൗജന്യമായിട്ട് വല്ലതും കിട്ടുവാണെങ്കിൽ പഠിക്കുക, ഇല്ലെങ്കിൽ നാളെ തൊട്ട് അമ്മയോട് വലിയ പണിക്ക് പോക്കോളെ. നോക്കണേ, ക്ലാസ്സിലെ ടോപ്പർ, പണിക്ക് പോയി പഠിച്ച് മാർക്ക് മേടിച്ചതാണ്. പൈസ ഇല്ലാത്തതുകൊണ്ട് പഠിത്തം നിർത്തേണ്ടി വന്നു. ഞാൻ അന്ന് ആ മില്ലിൽ പോയി കരഞ്ഞപ്പോൾ എൻ്റെ തോളിലൊരു കൈ വന്ന് വീണു. ഞങ്ങളുടെ നാട്ടിൽ ചെണ്ടമേളം പഠിപ്പിക്കുന്ന ഒരു ആശാൻ, ആർപ്പുക്കര ശശി എന്ന് പറഞ്ഞൊരു ആശാൻ. ആ മനുഷ്യൻ എൻ്റെ സങ്കടം കണ്ടിട്ട് വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി ചെണ്ടമേളം പഠിപ്പിച്ചു തന്നു. നമ്മളിപ്പോൾ ഈ +2 ഡിഗ്രിയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ IELTS OET ഒക്കെ പഠിക്കാൻ പോകത്തില്ല. ഞാൻ പഠിക്കാൻ പോയത് കൊട്ടി അരങ്ങേറി കൊട്ടിക്കിട്ട് പൈസയൊക്കെ കൊട്ടി വെച്ച്. ദൈവം എന്നോടൊപ്പമായിരുന്നു. എന്നെ പോളിടെക്നിക്കിൽ അഡ്മിഷന്, എനിക്ക് 10 മാർക്ക് ഉണ്ടായിരുന്നു, അവിടെ അഡ്മിഷൻ കിട്ടി. പാലായിലുള്ള പോളിടെക്നിക്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി എന്ന് പറഞ്ഞ കോഴ്സ്. 3 വർഷം ചോര നീരാക്കി അങ്ങ് പഠിച്ചു. പഠിക്കാൻ പറ്റില്ല, നടക്കില്ല, നിർത്തണം എന്നൊക്കെ തോന്നിയ പല സമയങ്ങളും തിരിച്ചു വരണമെന്നുള്ളൊരാവേശം അമ്മയുടെ മുഖത്ത് നോക്കുമ്പോൾ കിട്ടുമായിരുന്നു. മടുക്കുമ്പോൾ, ഇതൊക്കെ ചില പരീക്ഷയ്ക്കും ഭയങ്കര ടൈറ്റായി ഈ സെമസ്റ്റർ സിസ്റ്റമൊക്കെ, ആ സമയത്തൊക്കെ എൻ്റെ അമ്മ കഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നും ഞാനായിട്ടില്ല എന്നുള്ള തിരിച്ചറിവ് വീണ്ടും കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ടായി. അതുകൊണ്ടാകാം പാലാപ്പോളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ കോളേജ് ടോപ്പറും സംസ്ഥാന തലത്തിൽ 4ാം റാങ്കോടുകൂടി ഇൻസ്ട്രുമെൻറ്റേഷൻ ടെക്നോളജി പാസ്സാകാനായിട്ട് സാധിച്ചു. സ്വാഭാവികമായിട്ടും പഠിച്ചിറങ്ങിയ 21ാമത്തെ വയസ്സിൽ പഠിച്ചിറങ്ങിയ യുവാവ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ്. എനിക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതും ജോലിയായിരുന്നു. കാരണം ആ ജോലി കിട്ടിയിട്ട് വേണം എൻ്റെ അമ്മയ്ക്കൊരു വിശ്രമം നൽകാൻ, എൻ്റെ അമ്മ എനിക്കൊന്ന് പൊന്നുപോലെ നോക്കാൻ. അങ്ങനെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു. ആദ്യമായിട്ട് അപ്ലൈ ചെയ്ത സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ ചന്ദ്രയാനൊക്കെ വിക്ഷേപിക്കുന്ന സ്ഥലമില്ലേ, വിക്ഷേപിച്ച സ്ഥലമില്ലേ, എവിടാ? ISRO. എൻ്റെ ആദ്യ ഇൻ്റർവ്യൂ ISRO അല്ല, 21ാമത്തെ വയസ്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ സൂപ്പർവൈസറായിട്ട്. 21ാമത്തെ വയസ്സ്. കുറച്ച് പേർക്ക് ജോലി കിട്ടിയ സന്തോഷമുണ്ട്, ബാക്കിയുള്ളവർക്ക് പിടിച്ചിട്ടില്ല. ഓക്കെ, അസൂയ നല്ലതല്ല കേട്ടോ. 2009 ഒക്ടോബർ മാസം 28-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ ISROയിലെ. 11 ദിവസം മുമ്പ് എൻ്റെ ജീവിതത്തിൽ മറ്റൊരു പ്രതിസന്ധി കൂടെ എന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. എൻ്റെ വലതുകാലിനൊരു സർജറി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലും ശ്രീചിത്ര ഹോസ്പിറ്റലുമായിട്ട്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ചെക്കപ്പിന് വേണ്ടി ഞാൻ തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ചു വന്നു. നിങ്ങൾക്ക് ഈ ക്രൈബ് ബാൻഡേജ് എന്ന് പറഞ്ഞാൽ അറിയാമോ? ഈ വെരിക്കോസ് വൈനൊക്കെ വരുമ്പോൾ കാലേ ചുറ്റുന്ന ഒരു ബ്രൗൺ കളർ ഒരു ഹുക്ക് ഇട്ട് വെക്കുന്ന ഇലാസ്റ്റിക്കുള്ള ബാൻഡേജ്, ഈ ഫുട്ബോളൊക്കെ കളിക്കും. എൻ്റെ വലത് കാലിൽ സർജറിയുടെ ഭാഗമായിട്ട് 2 ബാൻഡേജ് ചുറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തു നിന്ന് തിരിച്ച് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ബസ് പിടിക്കാൻ വേണ്ടി ഓവർ ബ്രിഡ്ജിന് പകരം പാളം വഴി സ്ഥിരം ഓടിപ്പോകുന്ന ആളാണ്. നാഗമ്പടത്ത് എന്നവർക്കറിയാം, എളുപ്പവഴി അതാണ്. അന്ന് ഞാൻ
ഇറങ്ങി ഓടിയപ്പോൾ ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. എൻ്റെ കാലിൽ ചുറ്റിയിരുന്ന ക്രൈ ബാൻഡേജിൽ ഒരെണ്ണം അഴിഞ്ഞുപോയി. അത് പാളത്തിൽ ഉടക്കി ഞാൻ ഒരു പാളത്തിൽ നിന്ന് തെറിച്ച് അടുത്ത പാളത്തിലേക്ക് തലയിടിച്ച് വീണു. വീണ വീഴ്ചയിൽ എൻ്റെ ബോധം പോയി. ട്രെയിൻ വന്നു, എൻ്റെ മോളിൽ കൂടെ കയറിപ്പോയി. ആ ട്രെയിൻ എൻ്റെ ശരീരത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പോയത്. ട്രെയിൻ കയറിയത് എൻ്റെ വലത് കൈപ്പത്തിയുടെ മുകളിൽ കൂടെയാണ്. എനിക്ക് വലത് കൈപ്പത്തി ഇല്ല കേട്ടോ, ഇത് വെപ്പ് കയ്യ, ഇറ്റ്സ് ആർട്ടിഫിഷ്യൽ. തീർന്നില്ല, ആ ട്രെയിൻ എൻ്റെ ഇടത് കയ്യേലും കയറി പകുതി മുറിച്ചിട്ടിട്ടാണ് പോയത്. ഈ വിരലുകൾ തുന്നിച്ചേർത്തെടുത്താൽ ഇത്രയും ദൂരത്തുള്ളൂ. ഇപ്പോഴും ഞാൻ മടക്കി പിടിച്ചിരിക്കുന്ന അല്ല കേട്ടോ, എൻ്റെ ടെൻഡൻസ് ഒന്നും ഇല്ല, അത് ഇത്രേ ഉള്ളൂ അതിൻ്റെ മാക്സിമം. ഞാൻ ഇത്രയും ആക്കിയെടുത്ത. അവിടം കൊണ്ട് അവസാനിച്ചില്ല. ആ ട്രെയിൻ എൻ്റെ ഇടത് കാലും എടുത്തുകൊണ്ട് പോയി. എനിക്ക് ഇടത് കാലും ഇല്ല, മുട്ടിന് താഴെ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ വലത് കൈപ്പത്തിലേക്ക് ഒന്ന് നോക്കാവോ? വലത് കൈയിലേക്കൊന്ന് നോക്കാവോ? അതിൻ്റെ ഭംഗി ഒന്ന് നോക്കിക്കേ, തിരിച്ചും മറിച്ചും നോക്കിക്കേ. ആ കൈ എത്ര തവണ നിങ്ങളുടെ വിശപ്പ് മാറ്റിയിട്ടുണ്ട്, ഭക്ഷണം വാരി തന്നിട്ടുണ്ട്. ആ കൈ എത്ര അക്ഷരങ്ങൾ നിങ്ങളെ കൊണ്ട് കുറിപ്പിച്ചിട്ടുണ്ട്. ആ കൈ ആർക്കൊക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട് പിടിച്ചു കയറുവാനായിട്ട്. ഇനി എന്നോടൊപ്പം ആ കൈയില്ല എന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എഴുതിക്കൊണ്ടിരുന്ന, ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന, ചെണ്ട കൊട്ടിക്കൊണ്ടിരുന്ന വലത് കൈ ഇല്ല എന്നുള്ള വേദന. നിങ്ങളുടെ കാലുകളിലേക്കൂടെ നോക്കാവോ? ഇന്ന് നിങ്ങളുടെ വീട് മുതൽ ഇവിടം വരെ എത്ര സ്റ്റെപ്പ് വച്ചിട്ടുണ്ട്? ആരാ എണ്ണുന്നതല്ലേ? നമ്മളെ കൊണ്ട് അതെങ്കിൽ പോരുക. ആ കാലിനി ഇല്ല എന്ന് തിരിച്ചറിയുമ്പോഴുള്ള വേദന ഒന്ന് ആലോചിച്ച് നോക്കി. കോട്ടയം മെഡിക്കൽ കോളേജിൽ എനിക്ക് ബോധം വരുന്ന ആരോ വന്ന് എന്നെ തട്ടി ഉണർത്തുമ്പോഴാണ്. ആ തട്ടി ഉണർത്തത് വേറെ ആരുമല്ല, എൻ്റെ അമ്മയായിരുന്നു. തലേദിവസം വരെ എൻ്റെ അമ്മയുടെ മുഖത്ത് ഞാൻ നോക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പ്രതീക്ഷയും പ്രത്യാശയായിരുന്നു. കാരണം അമ്മ വിചാരിച്ചിരുന്നത് അമ്മയുടെ എല്ലാ സങ്കടവും തീർക്കാൻ ദൈവം കൊടുത്ത മകൻ ഞാനാണെന്നാണ്. നിർഭാഗ്യവശാൽ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും അധികം വേദന കൊടുത്ത മകൻ ഞാനായിപ്പോയി. എന്നെ നിങ്ങൾ പരിചയമായിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. ഈ കേട്ട സമയത്തിനിടയ്ക്ക് നിങ്ങളുടെ കണ്ണ് ഇത്രയും നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, നൊന്തു പ്രസവിച്ച് 21 വർഷം നോക്കിയ ആ അമ്മയുടെ മുമ്പിൽ ഞാൻ കയ്യും കാലും ഇല്ലാതെ കിടക്കുന്ന കാണുമ്പോൾ ആ അമ്മയുടെ വേദന ഒന്ന് ആലോചിച്ച് നോക്കി. കണ്ണു തുറന്നപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചത്, അമ്മേ എൻ്റെ വലത് കൈ തിരിച്ചു കിട്ടിയല്ലേ എന്നാണ്. അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇല്ലടാ മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മ എൻ്റെ ഇടത് കാലോ? അമ്മ പറഞ്ഞു, അതും മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞു. അമ്മയെ തുന്നിച്ചേർക്കാൻ ഒരു മാർഗവും ഇല്ല അഞ്ഞൊന്ന് ചോദിച്ചു. അപ്പം അമ്മ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എടാ ഡോക്ടർമാർ പരമാവധി നോക്കിയതാ, അത് വേറെ വേറെ കഷ്ണങ്ങളായിട്ട് അരഞ്ഞു പോയായിരുന്നു. എൻ്റെ കണ്ണിൽ കൂടി ഇരുട്ട് കയറി. കാരണം 21 വയസ്സ് വരെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായാലും, എത്രയൊക്കെ പട്ടിണി കിടന്നാലും ശരി, തിരിച്ചു വരാൻ പറ്റുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഈ കൈയും കാലിലും ഉണ്ടായിരുന്ന വിശ്വാസം കൊണ്ടാണ്. കൂലിപ്പണി ചെയ്തിട്ടാണെങ്കിൽ ജീവിക്കുന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു, എനിക്കിനി ഒരു തിരിച്ചറിവില്ല. എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു നേരത്തെ മരുന്ന് പോലും മേടിച്ചു കൊടുക്കുവാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഒരു ചുറ്റിക എടുത്ത് ആണി പോലും തറയ്ക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. ഞാൻ ജീവിച്ചിരുന്നാൽ എൻ്റെ അമ്മയ്ക്കും അച്ഛനും ഭാരായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ കട്ടിലേ വെച്ച് എൻ്റെ അമ്മയോട് ആവശ്യപ്പെട്ടത്, അമ്മേ ഐ നീഡ് മേഴ്സി കില്ലിങ്, എനിക്ക് ദയാവധം വേണം. അമ്മ ഡോക്ടറോട് പറഞ്ഞ് രാഷ്ട്രപതിക്ക് കത്തെഴുതി എന്നെ എന്തേലും മരുന്ന് കുത്തിവെച്ച് ഒന്ന് കൊന്നു തരാൻ പറയമ്മേ, എനിക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ശരീരത്തിൻ്റെ അല്ല, മനസ്സിൻ്റെ. അമ്മേൻ്റെ പോക്കത്തോട്ട് ഒറ്റ വീഴ്ചയായി.
അമ്മയുടെ ചുണ്ട് വന്നെന്ന് എൻ്റെ ചെവിയില്ല. അന്ന് അമ്മ ഏങ്ങലടിച്ച് പറഞ്ഞത് ഇന്നും എൻ്റെ ചെവിയിൽ എനിക്ക് മുഴങ്ങി കേൾക്കാം. എന്നൊക്കെ കുറവുണ്ടെങ്കിലും ശരി, നിന്നെ എനിക്ക് വേണം എൻ്റെ മരണം വരെ. എടാ, ലോകത്തോരമ്മയ്ക്കും അവർ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ മക്കളും ഭരിക്കാമെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാ ഞാൻ നിന്നെ നിൻ്റെ ചേട്ടനെ വളർത്തിയത്. എൻ്റെ അന്ത്യശ്വാസം വരെ എനിക്ക് നിന്നെ കാണാൻ കിട്ടിയേ പറ്റൂ. ആ അമ്മയ്ക്ക് വേണ്ടി ജീവിച്ചിരിക്കണം എന്നുള്ള ഒറ്റ ആഗ്രഹം, അത് മാത്രമായിരുന്നു പിന്നീട് എൻ്റെ പ്രതീക്ഷ. ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ പരിതാപകര. യൂറോപ്യൻ ടോയ്ലറ്റ് ഒന്നുമില്ല. ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് വേണം എഴുന്നേക്കാൻ. കാലില്ലാത്ത ഒരാൾ ഇന്ത്യൻ ടോയ്ലറ്റ് ഇരുന്നിട്ട് എഴുന്നേറ്റ് അതങ്ങനെ ആലോചിച്ച് ചോദിക്കും. മുട്ടയെ പരയ്ക്കാൻ വഴി കഴിയുമ്പം പരിക്കനുണ്ട്, സിമെന്റ് ഇട്ടിട്ടില്ല, മുട്ടല തൊലി പോകുമായിരുന്നു. എല്ലാ പ്രതീക്ഷയും മറ്റ് വീട്ടിൽ കിടന്ന് കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, എന്നെ കാണാൻ വേണ്ടി കുറേ പേര് വരും. വരുന്നതിന് കുറേ പേരൊക്കെ ജാതക ദോഷവും കുടുംബദോഷവും ഒക്കെ പറയും. ഓരോരുത്തരെ കാണുമ്പോൾ എനിക്ക് ഉള്ള പ്രതീക്ഷയൊക്കെ ഇല്ലാതാകും. അങ്ങനെ ഇരിക്കെ എന്നെ കാണാൻ ഒരു മനുഷ്യൻ വന്നു. ഈ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ആ മനുഷ്യൻ വന്ന് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അനീഷേ, ബൈബിളിലൊരു വചനമുണ്ട്, അനീഷ് കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനാണ്. അദ്ദേഹം നിർത്തിയില്ല, അദ്ദേഹം ഒന്നുകൂടെ കൂടിച്ചേർത്തു. അനീഷ് ജനിച്ചപ്പോഴേ ഒരു കൈയും കാലും ഇല്ലായിരുന്നെങ്കിൽ ഇരുന്ന് കരയുവോ, അതുള്ളതുകൊണ്ട് ജീവിക്കുമോ? ഞാൻ പറഞ്ഞു, ഉള്ളതുകൊണ്ട് ജീവിക്കും. എന്നാൽ അനീഷ് ജനിച്ചപ്പോഴേ ഒരു കൈയും കാലും ഇല്ലാതെ ജനിച്ചേ. ഇത് അനീഷിൻ്റെ 2ാം ജന്മ. അനീഷിനെ കുറിച്ച് വലിയൊരു പദ്ധതി ദൈവത്തിനുണ്ട്, ഇറങ്ങെന്ന് പറഞ്ഞു. എന്നെ കാണാൻ വന്ന പലരെയും പിന്നെ എനിക്ക് കാണാനേ തോന്നിയിട്ടില്ല. പക്ഷെ ഈ മനുഷ്യനെ എനിക്ക് വിളിക്കണമെന്ന് തോന്നി, കാണണമെന്ന് തോന്നി. ഈ മനുഷ്യനെ ഞാൻ വിളിച്ചു, വീണ്ടും കണ്ടു. സ്വപ്നങ്ങളെല്ലാം നശിച്ചു പോയ എൻ്റെ ജീവിതത്തിൽ വീണ്ടും സ്വപ്നങ്ങൾ വാരിയിട്ടിട്ട് ആ മനുഷ്യൻ ഇറങ്ങിപ്പോയത്. ആരും ജോലി തരത്തില്ലാത്ത, വരുമാന സാധ്യതയില്ലാത്ത, തൊഴിലിന് വേണ്ടി ജോലിക്ക് ശ്രമിക്കും തോറും ഓരോരോ അടികൾ കിട്ടിക്കൊണ്ടിരുന്ന എൻ്റെ മുമ്പിൽ ഒരു തൊഴിലവസരവും അദ്ദേഹം കാണിച്ചു തന്നു. അങ്ങനെയാണ് ഞാൻ സാധനങ്ങൾ, വീടുകൾ, ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയുടെ ഭാഗമായിട്ട് സാധനങ്ങളുടെ കച്ചവടം ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ജീവിതം ഞാൻ മെല്ലെ തിരിച്ചു പിടിക്കുന്നത്. വെപ്പുകാല് വെച്ചു, കൈ വെച്ചു, നടക്കാൻ തുടങ്ങി, കച്ചവടം ചെയ്തു, അത്യാവശ്യമൊക്കെ പിടിച്ചു വയ്ക്കാൻ തുടങ്ങി. മെല്ലെ മെല്ലെ ഞാനൊരു കാര്യം തിരിച്ചറിഞ്ഞു. ഞാൻ ഈ കച്ചവടങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആൾക്കാർ എൻ്റേത് സാധനം മേടിച്ചാലും മേടിച്ചില്ലെങ്കിലും ശരി, എൻ്റെ വാക്കുകൾ കൊണ്ട് പലർക്കും പ്രചോദനം ഉണ്ടാകുന്നതായിട്ട് ഞാൻ തിരിച്ചറിഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ വാക്കുകൾ മറ്റുള്ളവർക്ക് പ്രചോദനമാകുന്നു. അനീഷിനെ ഒരു ട്രെയിനർ ആകാനുള്ള കഴിവ് അനീഷിനുണ്ട്, ഒന്ന് പോളിഷ് ചെയ്യാൻ നോക്ക്, അതിനൊരു മാർഗമുണ്ടെന്ന് പറഞ്ഞു. ആ യാത്ര ചെന്ന് അവസാനിച്ചത് ഡോക്ടർ മാത്യു കണമല എന്ന് പറഞ്ഞൊരു അധ്യാപകന്റെ മുന്നിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അനീഷ തുടർന്ന് പഠിക്കണം, നീ നിന്റെ കഴിവ് തെളിയിച്ചാൽ നിനക്ക് തിരിച്ചു വരാൻ അവസരമുണ്ട്. അൺലീഷ് യുവർ യുണീക്നെസ്, നിന്റെ യഥാർത്ഥ കഴിവ് എന്താണ് അത് തിരിച്ചു കൊണ്ടുവരിക, അത് വളർത്തുക. ഞാൻ പറഞ്ഞു, എനിക്ക് പണ്ട് പിള്ളേരെ ട്യൂഷൻ പഠിപ്പിച്ചൊക്കെ പരിചയമുണ്ട്, പിന്നെ പ്രചോദിപ്പിക്കാൻ വലിയ ആഗ്രഹമാണ്, എങ്കിൽ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ കൗൺസിലിംഗ് കോഴ്സ് പഠിക്കുന്നത്. അതിൽ പഠിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, നീ നിന്റെ കഴിവ് തെളിയിച്ചാൽ വിത്തിൻ 2 ഇയർ നിന്നെ ഞാൻ UK കൊണ്ടുപോയി ക്ലാസ് എടുപ്പിക്കും. എവിടെ? 2 കൊല്ലമല്ല, 1.5 കൊല്ലത്തിനകം അദ്ദേഹം എന്നെ UK കൊണ്ടുപോയി ക്ലാസ് എടുപ്പിച്ചു. 2014 സംസ്ഥാനത്തെ മികച്ച ഭിന്നശേഷിയുള്ള പരിശീലകനുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കി. ഇല്ലായ്മകളെ കുറിച്ച് പരാതി പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്തുണ്ടോ അതുമായിട്ട് ഇറങ്ങിത്തിരിക്കാനുള്ള പ്രചോദനം നൽകി. അവിടെ നിന്നാണ് ജീവിതം തിരിച്ചു പിടിക്കുന്നത്. അവിടെ നിന്നാണ് തുടർന്ന് പഠിക്കുന്നത്. പിന്നെ BSW MSW ഒക്കെ എടുത്തു. അതിനുശേഷം ട്രെയിനിങ് രംഗത്തൊക്കെ സജീവമാകുന്നത്. 2019 ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ JCI ലോകത്തെ മികച്ച 10 യുവ പ്രതിഭകളെ തിരഞ്ഞെടുത്തപ്പോൾ അതിലേക ഇന്ത്യക്കാരനായി, ഏക മലയാളിയായി, ഏക ഭിന്നശേഷിക്കാരനായി അവാർഡിന് അർഹനാകാനുള്ള ഭാഗ്യമുണ്ടായി. 2018
PSC ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് സർവീസിൽ വന്നു. പിൻവാതിൽ നിയമനമല്ല, PSC ടെസ്റ്റ് എഴുതി ഗവൺമെൻറ് സർവീസിൽ വന്നു. അടുത്ത വർഷം വിവാഹവും കഴിച്ചു. അതിൻ്റെ അടുത്ത വർഷം ഒരു കുട്ടിയും ഉണ്ടായി. ഇന്ന് പൂർണ്ണ ആരോഗ്യവാന്മാരായ വ്യക്തികൾ ചെയ്യുന്നതിൽ ഒരു 95% കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. അതിൽ ഇതുവരെ ആരുടെയും സഹായം മേടിക്കാനായിട്ട് പോയിട്ടില്ല. ഒരിക്കൽ മാത്രം ഒരു കാലൊരിക്കൽ ഒരു ടീച്ചർ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാം അധ്വാനിച്ചുണ്ടാക്കാനുള്ള ഭാഗ്യം ദൈവം തന്നു. നിങ്ങൾ ഈ കൈകളിലേക്ക് നോക്കിയാൽ 1,00,000 രൂപ വിലയുള്ള കൈയാണ്. ഇതിൻ്റെ 16ാമത്തെ കൈയാണ്. പുതിയ കൈ ഞാൻ സ്പോൺസർ ബുക്ക് ചെയ്തിട്ടുണ്ട്, അടുത്ത മാസം വരും. ഞാൻ വെച്ചിരിക്കുന്ന കാലിൻ്റെ വില 1,50,000 രൂപയാണ്. ഇതെൻ്റെ പുതിയ കാല, 18ാമത്തെ കാല. മിനിങ്ങാന്നെടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ നല്ലൊരു മുടന്ത്, നല്ല വേദനയുണ്ട്. ഒരാഴ്ചത്തേക്ക് അത് സെറ്റാകാനുള്ള വേദനയുണ്ട്. ഇതൊക്കെ അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കുന്ന. ഞാൻ ഗവൺമെൻറ് ജോലിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ, കാരണം അതുകൊണ്ട് എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ ഒരു സ്ഥാപനമൊക്കെ തുടങ്ങി, സ്വന്തമായിട്ട് ഹഗ് ഇൻ്റർനാഷണൽ ഒരു ചെറിയ സ്ഥാപനമൊക്കെ തുടങ്ങി. കുറച്ച് പേർക്ക് തൊഴിലൊക്കെ നൽകുന്നുണ്ട്. എൻ്റെ തിരിച്ചൊരു കേട്ടപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം തോന്നിയോ? സ്വർണ്ണോ? ഉറപ്പാണോ? ഉറപ്പാണോ? എങ്കിലേ എന്നെ തിരിച്ചു കൊണ്ടുവന്ന ആ കാഞ്ഞിരപ്പള്ളിക്കാരൻ ആരാന്നറിയാവോ? അനീഷേ, ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനല്ല, ക്ഷേമത്തിനാണെന്ന് പറഞ്ഞ, ജനിച്ചപ്പോഴേ ഒരു കൈയും കാലുമില്ലായിരുന്നെങ്കിൽ നീ ഇരുന്ന് കരയുമായിരുന്നോ അതോ ജീവിക്കുമായിരുന്നോ എന്ന് ചോദിച്ച, നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല അനീഷേ, നേടാനാണെങ്കിൽ ഈ ലോകം മുമ്പിലുണ്ടെന്ന് പറഞ്ഞ ആ കാഞ്ഞിരപ്പള്ളിക്കാരൻ ആരാണെന്നറിയോ? അദ്ദേഹവും ഈ ഇൻഫാന്റ് ജീസസ് സ്കൂളുമായിട്ടൊരു ബന്ധമുണ്ട്. അദ്ദേഹം ഇവിടുത്തെ ഒരു പേരൻ്റാ. 3Bയിലെ ജോസഫൈൻ സെബാസ്റ്റ്യൻ്റെ അച്ഛൻ സെബാസ്റ്റ്യൻ ജോർജ്. സെബാസ്റ്റ്യൻ സാറേ, ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? ഒന്ന് സ്റ്റേജിലേക്ക് വരാവോ? സ്റ്റേജിൽ വിളിക്കണ്ടേ? ആദ്യമായി കണ്ട എന്നെ, ഒരു പരിചയമില്ലാത്ത എന്നെ ആ കട്ടിലെ കയ്യും കാലുമില്ലാതെ ഞാൻ കിടന്ന് കരഞ്ഞപ്പോൾ എന്നെ ചേർത്ത് പിടിച്ച്, ഇനിയും ബാക്കിയുണ്ട് അനീഷ ജീവിതം, ഇനിയും ബാക്കിയുണ്ട്. അനീഷിനെ കുറിച്ച് ലോകത്തിന്, ദൈവത്തിന്, ഈ ലോകത്തിന് വേണ്ടി ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ ആ ദൈവദൂതൻ, എന്നിലേക്ക് ദൈവം അയച്ച ദൈവദൂതൻ സെബാസ്റ്റ്യൻ സാറാണ്. ദേ കണ്ടോളൂ. സത്യത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി ഒരു വീട്ടിൽ നിൽക്കുന്നത് ഈ വീട്ടിൽ പോയിട്ടാണ്. അന്ന് ഞാൻ അവിടെ ചെന്നിട്ട് എനിക്ക് തോർത്താൻ പറ്റുന്നില്ല. കുളിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കൈയൊന്നും വർക്ക് ചെയ്യില്ല. അന്ന് ഈ വിരലെല്ലാം ഇങ്ങനെ ഒട്ടിയിരിക്കുക, കൈത്തണ്ടുകൊണ്ട് തോർത്താൻ പറ്റുന്നില്ല. സെബാസ്റ്റ്യൻ സാർ ഒരു ചേട്ടൻ്റെയോ അച്ഛൻ്റെയോ സ്ഥാനത്ത് നിന്ന് എന്നെ തോർത്തിട്ട് പറയുക, അനീഷേ, തോർത്താൻ മാത്രമേ നിനക്ക് ഒരാളുടെ സഹായം ആവശ്യമുള്ളൂ, ബാക്കി എല്ലാ കാര്യവും സ്വയം ചെയ്യാൻ നീ ഇപ്പോൾ പര്യാപ്തനായെന്ന്. അതൊക്കെ നൽകുന്നൊരു ആവേശം ഉണ്ടല്ലോ, ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ. ദൈവം എങ്ങനെയാണ് വരുന്നറിയോ? ഇതുപോലുള്ള ദൈവദൂതന്മാരുടെ രൂപത്തിൽ. സെബാസ്റ്റ്യൻ ഒരു വാക്ക്. ഞാൻ അനീഷ് സാറിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു വിധത്തിലുള്ള പോസിറ്റീവ് കാര്യങ്ങളുമില്ല. പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെല്ലുന്നത്. എൻ്റെ ഉള്ളിൽ നിന്ന് ഇദ്ദേഹത്തിനോട് സംസാരിക്കണമെന്ന് തോന്നിയ ആ ഒരു വാക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു. എനിക്ക് ഇനി ഒരു ഡ്രൈവ് ചെയ്യാൻ പറ്റുകയില്ല, ലോകത്തിറങ്ങാൻ പറ്റുകയില്ല. ആദ്യമായി എൻ്റെ ബൈക്കിൽ കയറിയിട്ട് വേറൊരു വീടുണ്ടെങ്കിൽ അനീഷിനൊപ്പം ഞാനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടുപോന്നിട്ട് അന്ന് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, ലോകമറിയുന്ന ഒരു മനുഷ്യനായി തീരാനുള്ള കരുതൽ ദൈവം നിനക്ക് വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് കണ്ടതെല്ലാം. ഓക്കെ, താങ്ക് യു.
താങ്ക് യു സാർ, താങ്ക് യു. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഉണ്ട്. ചേച്ചി ഒന്ന് എഴുന്നേറ്റിരിക്കാവോ? മക്കളൊന്ന് എഴുന്നേറ്റിരിക്കാവോ? ബിക്കോസ് ഭർത്താവിനുള്ള അംഗീകാരത്തിൻ്റെ പകുതി ഭാര്യയ്ക്കും കുടുംബാംഗങ്ങൾക്കും ഉള്ളതാണ്, ശരിയല്ലേ? ചേച്ചി ഒന്ന് എഴുന്നേറ്റ് ഒരു ഗംഭീര കയ്യടി ആ കുടുംബത്തിന്. ദൈവം സമൃദ്ധമായി ആ ഫാമിലിയെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. ജീവിതം ഒളിച്ചോടാനുള്ളതല്ല, എന്തിനുള്ള? പറ. പോരാടാൻ. പോരാടണം. ഇവിടെ ഞാനിപ്പോൾ പറഞ്ഞു, ഞാൻ ചെറിയൊരു ഫേം തുടങ്ങിയിട്ടുണ്ട്, ഹഗ് ഇൻ്റർനാഷണൽ ആണ്, HUG, ഹോപ്പ് യൂണിക്നെസ് ആൻഡ് ഗ്രോത്ത്. ഇന്ന് എൻ്റെ പ്രസ്ഥാനത്തിലൂടെ ഞാൻ തുടങ്ങിയിട്ടൊരു 8 മാസം ആകുന്നുള്ള പ്രസ്ഥാനം രജിസ്റ്റർ ചെയ്തിട്ട് 16 പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്. 16 കുടുംബങ്ങളിൽ നേരിട്ട് വരുമാനം നൽകുന്നുണ്ട്. ട്രെയിനേഴ്സായിട്ട് ഒരു 20 പേര്, ഞങ്ങൾ കുറച്ച് അസോസിയേറ്റ്, അമൃത യൂണിവേഴ്സിറ്റിയുടെ അസോസിയേറ്റ് ചെയ്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇന്ത്യൻ ടീമായിട്ട് വേറെ കുറച്ച് ആൾക്കാർ. അപ്പം നിയർലി 50 കുടുംബങ്ങളിൽ വരുമാനം എത്തിക്കാൻ എനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പോരാ. താങ്ക് യു. അവാർഡ് കിട്ടിയനോ കല്യാണം കഴിച്ചനോ ജോലി മേടിച്ചനോ ഞാൻ കയ്യടി ചോദിച്ചു മേടിച്ചില്ല, എനിക്കത് കിട്ടിയില്ലെങ്കിലും സാരമില്ല. പക്ഷേ തൊഴിലില്ലാതെ യുവാക്കൾ നാടുവിടുന്ന ഈ നാട്ടിൽ ആരെങ്കിലും ഒരാൾക്ക് തൊഴിൽ നൽകുന്നുണ്ടെങ്കിൽ അവർ ഈ നാട്ടിലെ യഥാർത്ഥ ഹീറോസ് ആണ്. 50 കുടുംബങ്ങളിൽ വരുമാനം എത്തിക്കാൻ കൈയും കാലും നഷ്ടപ്പെട്ട എന്നെ പോലുള്ള, സാമ്പത്തികമായി നോക്കിയാൽ 1 സെന്റ് സ്ഥലം പോലും സ്വന്തമായിട്ടില്ലാത്ത, സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം, കഠിനാധ്വാനം കൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ മുഖാന്തരം 50 കുടുംബങ്ങൾ സാധിക്കുന്നുണ്ടെങ്കിൽ, എന്നേക്കാൾ സമർത്ഥരായ എത്രയോ ലക്ഷം യുവാക്കൾ ഈ നാട്ടിലുണ്ട്, എൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഈ സ്റ്റേജിൽ കയറി പെർഫോം ചെയ്ത പല കുട്ടികൾക്കുമുള്ള കഴിവ് എനിക്കില്ല. അങ്ങനെയെങ്കിൽ ഈ നാട്ടിലെ 1 ലക്ഷം യുവാക്കൾ വിചാരിച്ചാൽ 50 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കിട്ടില്ലേ? യെസ് ഓർ നോ? 2 ലക്ഷം പേര് വിചാരിച്ചാൽ 1 കോടി പേർക്ക് ജോലി കിട്ടില്ലേ? അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കണം, ചിന്തിക്കണം, പ്രവർത്തിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയൊരു കാര്യം, സാധാരണ ആനുവൽ ഡേയിൽ റിപ്പോർട്ട് വായിക്കാന്ന് പറയുമ്പോൾ എനിക്ക് റിപ്പോർട്ട് വായന പറഞ്ഞാൽ ഉറക്കം വരുന്ന പരിപാടിയാണ്. ഏതെങ്കിലും ഒരു ടീച്ചർ വന്നിട്ട് സ്പീഡിൽ അങ്ങ് വായിച്ചു വിടും, മറ്റേ വാട്സപ്പിൽ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്ന പോലെ. ഇവിടുത്തെ റിപ്പോർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ? ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ എത്ര ഭംഗിയിലാണ് ആ ക്യാമറയുടെ മുമ്പിൽ നിന്ന് പ്രസന്റ് ചെയ്തത്. ശരിക്കും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ ആരാ? റോബിൻ ജോസഫ് ആണോ? ആരാണോ? അവർക്കൊരു ഗംഭീര കയ്യടി കൊടുത്തു. കാരണം എത്ര ഭംഗിയിൽ, കാരണം ഈ സ്കൂൾ എന്താണെന്ന് ആ കുറച്ച് മിനിറ്റുകൾ കൊണ്ട് ഭംഗിയിൽ എത്തിക്കാൻ സാധിച്ചു. അതിനുപയോഗിച്ചത് ആ കുട്ടികളുടെ സ്കില്ലാണ്, ആ പ്രസന്റേഷൻ സ്കില്ലാണ്. ആണല്ലോ, അല്ലേ? ശരിക്കും ഓരോ കുട്ടികളുടെയും പേര് വരുമ്പോൾ അവരുടെ പേരൻസിനെ കൊണ്ടൊരു അഭിമാനം, അല്ലെങ്കിൽ അവർ വീഡിയോ വരുമ്പോൾ ഉണ്ടായ അഭിമാനം. ഈ കുട്ടികളുടെ കഴിവിനെ യഥാർത്ഥ രീതിയിൽ വളർത്താൻ പറ്റിയാൽ അടുത്തൊരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ നാട് സ്വർഗമാവില്ലേ? യെസ് ഓർ നോ? യെസ് ഓർ നോ? ചോദ്യം, ഡെവലപ്പിംഗ് രാജ്യത്താണോ ഡെവലപ്ഡ് നേഷനിലാണോ നമുക്ക് വളരാൻ സ്പേസ് കിട്ടുക? ഡെവലപ്പിംഗ്, വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്താണോ വളർന്നിരിക്കുന്ന രാജ്യത്താണോ നമുക്ക് വളരാൻ സ്പേസ് കിട്ടുക? പറഞ്ഞോ. ഡെവലപ്പിംഗ്. ഞാൻ ഫസ്റ്റ് UK വിസിറ്റ് ചെയ്യുന്ന 2015, സെക്കൻഡ് 2018. ഈ 2 വർഷത്തിനിടയ്ക്ക് അവിടെ ഒരേ സ്ഥലം ഞാൻ പോയി കണ്ടപ്പോൾ കാര്യമായ മാറ്റമൊന്നുമില്ല, ഡെവലപ്മെന്റിൽ കാര്യമായ മാറ്റം. എന്നാൽ നമ്മുടെ കേരളത്തിൽ, നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും പോയി നോക്കിക്കോ, കഴിഞ്ഞ 3 വർഷത്തിനേക്ക് പ്രകടമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. യെസ് ഓർ നോ? നമ്മുടെ രാജ്യത്തിൻ്റെ കുറ്റവും കുറവും പറഞ്ഞു നിൽക്കാതെ എൻ്റെ രാജ്യത്തിനൊരു കുറവുണ്ടെങ്കിൽ അത് എൻ്റെ കൂടെ കുറവാണെന്ന് നമ്മൾ ബോധ്യപ്പെടണം. ആ കുറവ് നികത്താനുള്ള കടമ നമുക്കുണ്ട്, അതിനുള്ള കഴിവ് ഇവിടുത്തെ യുവാക്കൾക്കുണ്ട്. അവരെ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ഈ നാടിനെ വളർത്താനായി നമ്മുടെ കുട്ടികളുടെ കഴിവിനെ നമ്മൾ പിന്തുണയ്ക്കണം. ഞാനിവിടെ സുമേഷിനോട് സംസാരിക്കുക, സുമേഷ് കൂട്ടിക്കൽ മികച്ചൊരു കലാകാരൻ, എത്ര ഹമ്പിൾ അല്ലേ, എത്ര സിമ്പിൾ ഒരു കയ്യടി കൊടുത്ത്. ശരിക്കും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക. എക്സാമ്പിൾ സുമേഷ് കൂട്ടിക്കൽ അല്ലേ? ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യമാണ്, ഇങ്ങനൊരു ഫീൽഡ് ഇറങ്ങിയപ്പോൾ എത്ര കൊല്ലം സ്ട്രഗിൾ ചെയ്തു? 16ാമത്തെ വയസ്സിൽ തുടങ്ങിയ സ്ട്രഗിളാണ്. ഇപ്പോൾ 7 വർഷമായാലും ഒന്ന് പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്.
ആ സ്ട്രഗിളിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആ പുള്ളി അദ്ദേഹം ഒളിച്ചോടാൻ പോയിരുന്നെങ്കിൽ, അദ്ദേഹം നാട് വിടണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ, യൂറോപ്പിലെ മറ്റു രാജ്യത്തെ പോയിട്ട് കെയർ വർക്കർ ആകണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ, ഇതുപോലൊരു കലാകാരനെ ഈ നാടിന് കിട്ടില്ല. നഷ്ടം നമുക്ക് സംഭവിച്ചേനെ. ശരിയല്ലേ? അവർക്കുള്ള സ്പേസ് കൊടുക്കണം. അതിനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉദാഹരണം വേറൊന്നുമല്ല. നിങ്ങൾക്ക് മക്കളുടെ അടുത്ത് ചെയ്യരുതാത്തൊരു കാര്യം പറയാം. മക്കളുടെ അടുത്തല്ല, ആരുടെ അടുത്തും ചെയ്യരുതാത്ത കാര്യം പറയാം. കമ്പാരിസൺ നിർത്തുക. കമ്പയർ ചെയ്യുന്ന നിർത്തുക. മക്കളുടെ യഥാർത്ഥ യുണീക്നെസ് വളർത്താൻ ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്, കമ്പാരിസൺ നിർത്തുക. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് എത്ര പേർക്ക് അഭിഷാദ് ഗുരുവായൂരിനെ അറിയാം? ഒന്ന് കയർത്താവോ? അഭിഷാദ്, ഓൾ ദ അഭിഷാദ് ഫാൻസ് കൈ ഉയർത്തിക്കുക, നന്നായിട്ട് ഉയർത്തിക്കേ. വാ. കേരളത്തിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മോട്ടിവേഷൻ ട്രെയിനറാ. മുടിയൊക്കെ നീട്ടിയിട്ട് എന്നൊക്കെ ബഹളം വെച്ച് ഭയങ്കര രസമാണ്, വൈബാണ്. സ്റ്റാൻഡപ്പ് കോമഡിയൊക്കെ ആയിട്ട് അടിച്ചു തകർക്കുന്ന, ഹൃദയത്തിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ചെല്ലുന്ന മികച്ച ഒരു പരിശീലകൻ. ഞങ്ങൾ നല്ല സുഹൃത്താണ്. സുഹൃത്തിനേക്കാൾ ഉപരിയായിട്ട് എൻ്റെ ഒരു മെൻറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം നമ്മളെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനൊക്കെ ഈ ക്ലാസ് എടുത്ത് വീഡിയോ ഇടുമ്പോഴൊക്കെ ചിലർ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ടേ, നിനക്കെന്നെ അഭിഷാദിനെ പോലെ ആകാൻ പറ്റാത്തേ? നിനക്കെന്നെ അഭിഷാദിനെ പോലെ തമാശ പറയാൻ പറ്റാത്തേ? അവരോട് ഞാൻ പറയുന്ന മറുപടി നിങ്ങളോടൊന്ന് പങ്കുവെക്കുവാണ്. നമുക്ക് നമ്മുടെ ഒരു രീതിയുണ്ട്. ഏതെങ്കിലും മേഖലയിൽ ഒരാൾ പോപ്പുലറായാൽ അയാളെ അങ്ങ് മാനദണ്ഡമായിട്ട് വെക്കും. അതിൽ താഴെയുള്ളത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഉദാഹരണം, മലയാള സംഗീതത്തിലെ പ്രധാന ഗായകൻ ആരാ? മാനദണ്ഡം ആരാ? ഉറക്കപ്പറ. യേശുദാസൻ. ദാസേട്ടാന്ന് വിളി. ഓക്കെ, ദാസേട്ടൻ. കൊച്ചു പിള്ളേരൊക്കെ യേശുദാസ്. ദാസേട്ടൻ. ഈ ദാസേട്ടൻ പാടി ഹിറ്റായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അങ്ങ് മാനദണ്ഡാക്കി. അതിൽ താഴെയുള്ള ശബ്ദമാധുര്യോ അതിൽ താഴെയുള്ള ഗാംഭീര്യോ ഉള്ളവരൊന്നും എടുക്കൂല. അതുകൊണ്ട് എന്ത് പറ്റുന്ന വെച്ചാൽ, ആ സമയത്ത് വന്ന കുറേ ഗായകർ അദ്ദേഹത്തെ കോപ്പി അടിക്കാൻ നോക്കി. എന്തിനേറെ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ജുബ്ബ താടി വരെ കോപ്പി ചെയ്ത ആൾക്കാരുണ്ട്. ഇസ്രായേലിൻ നാഥനായി വാൾ, അല്ലേ? അദ്ദേഹം മാത്രം ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തെ കോപ്പി അടിച്ച കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഫീൽഡ് ഔട്ട് ആയിപ്പോയി. അല്ലെങ്കിൽ അവരെത്തേണ്ട സ്ഥലത്ത് എത്തിയില്ല. അവരായി നിന്നിരുന്നെങ്കിൽ എത്തേണ്ടടുത്ത് എത്താതെ അവരിൽ പലരും ഫീൽഡ് ഔട്ടായി. ശരിയാണോ? അതേ സമയത്തെ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ നല്ല ഭംഗിയായിട്ട് പാട്ടുകളൊക്കെ പാടി സ്വന്തം ഇടം പിടിച്ചു. ആളുടെ പേര് നമ്മുടെ NG ശ്രീകുമാർ. അദ്ദേഹം കോപ്പി ചെയ്യാൻ പോയില്ല. എന്ത് സംഭവിച്ചു? അദ്ദേഹം എല്ലാത്തരം പാട്ടുകൾ നല്ല ഭംഗിയായിട്ട്, സ്വാമിനാഥ എന്നൊക്കെ തുടങ്ങുന്ന ശാസ്ത്രീയ സംഗീതം മുതൽ താമരപ്പൂവിൽ വാഴ മെലഡി മുതൽ ഏത് ഗാനമേളയ്ക്ക് പോയാലും ഹിറ്റ് ചാർട്ടിൽ ഉറപ്പായിട്ടുമുള്ളൊരു സോങ് അദ്ദേഹത്തിൻ്റെയാണ്. ഏതാ? വേലായുധാരോഹര ആണല്ലോ. എന്തിനേറെ പറയും, നമ്മുടെ സാക്ഷാൽ AR റഹ്മാൻ വരെ ലതാ മങ്കേഷ്കർ പാടിയ പാട്ടിൽ നമ്മുടെ ഷാറുഖ് ഖാനും പ്രീതി സിൻഡ അഭിനയിച്ച് ഹിറ്റാക്കിയ പാട്ട് ഓർക്കുന്നില്ലേ? അതിൽ ആ 8 വരി പാടാൻ വേണ്ടിയിട്ട് ആരെയെ വിളിച്ചേ? ഏതാ പാട്ട്? പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുന്തിരി മുത്തൊളി ചിന്തിക്കോ മൊഞ്ചനി വർണ്ണ ചുന്ദരി വാവേ താങ്കണ്ണക്ക തകതമിയാടും തങ്കനിലാവേ. ഹോയ്, ആരാ പാടിയേ? ആ പാട്ട് തൂക്കിയെടുത്തു ആര്? MG അണ്ണൻ കോപ്പി ചെയ്യാൻ പോയെന്നെങ്കിൽ ഇന്ന് എത്തിയ സ്ഥലത്ത് എത്തുമായിരുന്നോ? എത്തുവോ? മണിച്ചേട്ടൻ, കലാഭവൻ മണി സെയിം അല്ലേ? അദ്ദേഹം ദാസേട്ടനെ കോപ്പി ചെയ്യാൻ പോയില്ല, ശബ്ദമാധുര്യം പിടിക്കാൻ പോയില്ല. അദ്ദേഹത്തിന്റെ ശൈലിയിൽ തന്നെ പാടി. ഇന്നും മിന്നാമിനിങ്ങ എന്നുള്ള സോങ് പാടുമ്പോൾ എവിടെ നിങ്ങൾ മിന്നാമിനിങ്ങ എന്നുള്ള പാട്ട് സ്റ്റേജിൽ നോക്കിക്കോ, ആ താഴെ ഒരു 10 ആൾക്കാരെങ്കിലും ഇങ്ങനെ അത് ആസ്വദിച്ചു പാടും നമുക്ക് കാണാൻ പറ്റും. അത്രമാത്രം ജനങ്ങളിലേക്ക് എത്താൻ സാധിച്ചത് കലാഭവൻ മണി എന്നുള്ള കലാകാരൻ കോപ്പി ചെയ്യാൻ പോകാത്തതാണ്. ശരിയാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ മക്കളെ നമ്മൾ ഈ സ്റ്റേജിൽ നോക്കുമ്പോൾ പെർഫോം ചെയ്യുമ്പോൾ ഇപ്പറേ ഡാൻസ് കളിക്കുന്ന കൊച്ചിനെ വെച്ചിട്ട് അപ്പുറത്തെ കൊച്ചിനെ കമ്പയർ ചെയ്യുന്നത്, മാർക്ക് നോക്കുമ്പോൾ ക്ലാസ്സിലെ ടോപ്പുള്ള കൊച്ചിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുന്നത്. ഈ കമ്പാരിസൺ കൊണ്ട് ആ കൊച്ച് എത്തേണ്ടടുത്ത് എത്തുകയില്ല, ആ കൊച്ചിന് വളരാനുള്ള സ്പേസ് ഇല്ലാതാകുകയും ചെയ്യും. ശരിയാണല്ലോ? തൊട്ടടുത്തിരിക്കുന്ന ആളെ നോക്കിക്കേ, ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തേ, എന്നിട്ട് പറഞ്ഞേ, ഇനി മുതൽ പറ, എന്നെ ആരുമായും കമ്പയർ ചെയ്യരുത്. ഏൻ വഴി തനീ വഴി.
നമുക്കെല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ടെന്നേ. നമുക്കെല്ലാവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. അഭിഷാദിന് മാത്രമല്ല, എനിക്കിവിടെ സ്പേസ് ഉണ്ട്. ഇനിയും 1000 മോട്ടിവേഷൻ ട്രെയിനർമാർ വന്നാൽ അവർക്കും ഇവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസ് നമ്മൾ കണ്ടെത്തണം. അങ്ങോട്ട് വേണം പോകാൻ. അതിനൊരു മാർഗവും കൂടെ പങ്കുവെക്കാം. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ പല ആൾക്കാരും നാട് വിട്ടു പോകുന്ന കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നിയത് ഒരു കാരണം, ഒട്ടുമിക്ക ആൾക്കാരും നേഴ്സ് ആകാൻ വേണ്ടി പോകുന്നൊരു ടെൻഡൻസിയാണ്. ഈ നേഴ്സ് ആകാൻ പോകുന്ന ഈ പിള്ളേരെല്ലാം നേഴ്സ് ആകാൻ അയക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു ചെറിയ റിക്വസ്റ്റ് തരിക. എത്രയും വേഗം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒന്ന് പോകുക. അവിടെ അഡ്മിറ്റ് ആയ ആളോടൊപ്പം നിൽക്കുക. സത്യത്തിൽ കേരളത്തിൽ ഈ പ്രതികൾക്ക് ശിക്ഷ കൊടുക്കത്തില്ലേ, ജയിലിൽ പിടിച്ചിടണ്ട. കോട്ടയം മെഡിക്കൽ കോളേജിലെ ബൈസ്റ്റാൻഡർ നിർത്തിയാൽ മതി 3 ദിവസം. അവരുടെ പരിപ്പളവ്. ഇപ്പൊ കാരണം കഴിഞ്ഞ ഒരാഴ്ച ഞാൻ അവിടെ ഉണ്ട്. എൻ്റെ അമ്മ വീട് കാലൊടിഞ്ഞിട്ട് അവിടെയുണ്ട്. സത്യത്തിൽ ഞാൻ പരിചയപ്പെട്ട നേഴ്സുമാരിൽ മനുഷ്യപ്പറ്റുള്ള നേഴ്സുമാരുടെ എണ്ണം പറയാതെ വയ്യ. രാവിലെ കുറി തൊട്ടൊരു നേഴ്സ് വന്നിട്ടുണ്ട്. കുറി തൊട്ട് 7:30 ആയുള്ളൂ. ഞാനൊരു കാര്യം ചെന്നപ്പോൾ കടിച്ചു കീറാൻ ഇങ്ങോട്ട് വരുന്നേ. സംശയം കൊണ്ട് നമ്മൾ നിൽക്കുക അന്നേരം. അപ്പൊ ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പറഞ്ഞു, നെറ്റിയിൽ പ്രസാദമുണ്ട്, മുഖത്തു പ്രസാദമില്ലല്ലോ സിസ്റ്ററെ. ഹൊവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നിങ്ങളുടെ ടീച്ചേഴ്സിനൊക്കെ അറിയാം, അവർ BEd പഠിച്ചിട്ടുള്ള 9 തരം ഇന്റലിജൻസസ് ഉണ്ട്. അതിൽ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരേ ഉള്ളൂ. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ഉള്ളവരെ ഈ യാതൊര സേവന രംഗത്ത് വരാവുള്ളൂ. മനുഷ്യപ്പറ്റുള്ളവർ, അവരെ കുറിച്ചാണ് അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞത്. ആ പെൺകൊച്ച് മനുഷ്യപ്പറ്റുള്ള. അതുകൊണ്ടാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ളവരാണ് എഞ്ചിനീയറിംഗ് പഠിക്കേണ്ടത്. ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ റീസെന്റ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. അവിടെ ഇന്നലെ 250 പിള്ളേരിൽ എഞ്ചിനീയറിംഗ് സ്കില്ലുള്ള കുട്ടികൾ, താല്പര്യം കൊണ്ട് വന്ന കുട്ടികൾ എത്രയാന്ന് ചോദിച്ചപ്പോൾ 50 പേര് തികച്ച് കൈപൊക്കിട്ടില്ല. തല്ലിപ്പഠിപ്പിച്ച് വിടുന്നുണ്ടാ. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടിയുടെയും 8ാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. നിങ്ങൾ നല്ലൊരു കരിയർ കൗൺസിലറോ കരിയർ ഗൈഡിനെ പോയി കണ്ടിട്ട് കുട്ടികളുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് എടുക്കുക. അവരുടെ പറ്റിയ മേഖല കണ്ടുപിടിക്കാൻ പറ്റും, അവരുടെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് അവരെ പഠിപ്പിക്കാനായിട്ട് വിടുക. ചാടി പിടിച്ച് ട്രെൻഡ് നോക്കി വിടരുതെന്ന് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നു. സത്യത്തിൽ ഇത് വാക്കാൽ പറയാനല്ല, അത് പ്രവർത്തിച്ച് ഞങ്ങൾ കാണിക്കുന്നുണ്ട്. ഈ മെഡിക്കൽ കോളേജിലൊക്കെ ഉള്ള അനുഭവം കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ ഓർഗനൈസേഷൻ കോഴ്സ് തന്നെ തുടങ്ങി ടീച്ചർമാരെ ഈ സംഭവം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഇതിനോടകം തന്നെ 100ന്റെ അടുത്ത ടീച്ചർമാരെ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ കഴിവ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക. കാരണം ഈ നാട്ടിലെ പോരാട്ടം എന്നുള്ളത് സമരം ചെയ്ത് മാത്രമല്ല, ഇവിടുത്തെ സിസ്റ്റത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടായിരിക്കണം. അത് വിദ്യാഭ്യാസം കൊണ്ടായിരിക്കണം. അത്തരമൊരു മൂവ്മെന്റ് ആണ് ഇൻഫന്റ് ജീസസ് നടത്തെങ്കിൽ അതൊരു ചെറിയ മൂവ്മെന്റ് ആയിട്ട് ഞങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ഇങ്ങനെ നടത്തിയാൽ ഉണ്ടാകുന്ന ഗുണം, ഇനി നമ്മുടെ രക്ഷകർത്താക്കളെയൊക്കെ ചേർത്ത് പിടിക്കാൻ ആരെങ്കിലും ഉണ്ടാകും. എൻ്റെ വീട് എക്സാക്ട്ലി കോട്ടയം, ഞാൻ താമസിക്കുന്ന പുതുപ്പള്ളിയാണ്, എക്സാക്ട്ലി ആർപ്പുകരയാണ്. നിങ്ങൾ ആ ഭാഗത്തോട്ട് വന്നാൽ എൻ്റെ പക്ഷേ ഇവിടെയും കാണുമായിരിക്കും. 10 വീടെടുത്താൽ 7ഉം 8ഉം വീടും അടഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ കാണാം. ഉള്ള വീട്ടിൽ പ്രായമുള്ള ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമേ ഉള്ളൂ. ആ ഒരു അവസ്ഥ കാണാം. ഇത്രയും വർഷം നമ്മളെ നോക്കിയ അപ്പനും അമ്മയും നമുക്കൊന്ന് തിരിച്ചു നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ തന്ന അറിവ് കൊണ്ട് എന്താണ് കാര്യം? അച്ഛൻ ചോദിച്ചതാണ്. അച്ഛൻ അത് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞ അച്ഛൻ എനിക്ക് മനസ്സിലൊരു സന്തോഷം തോന്നി. വേറെ എന്താണെന്നറിയോ, എൻ്റെ അമ്മ കാലൊടിഞ്ഞിട്ട് കിടപ്പ. 2-ാം തീയതി സർജറി ആയിരുന്നു. വലിയ 2 കമ്പിയൊക്കെ ഇട്ട് കിടക്കുക. എൻ്റെ അമ്മ ഇതുവരെ കിടന്നിട്ടില്ല ജീവിതത്തിൽ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അമ്മയെ ടോയ്ലറ്റിൽ കൊണ്ടുവന്ന ഞാനാണ്. ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പഠിച്ചു. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഇൻസുലിൻ. അമ്മയ്ക്ക് ഭക്ഷണം എടുത്തു കൊടുക്കാൻ പഠിച്ചു. ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഭയങ്കര ആത്മാഭിമാനമാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട അമ്മയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ മരിച്ചു കഴിയുമ്പോൾ കൊണ്ടേ റീത്ത് വെക്കാനും പാട്ട് വെക്കാനും അല്ല നമ്മൾ നിൽക്കേണ്ടേ. ജീവിച്ചിരിക്കുമ്പോൾ ആ സ്നേഹം തിരിച്ച് പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിൻ്റെ മാതൃകകളാകാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരു നിമിഷം ഒന്ന് എഴുന്നേക്കാമോ? ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യാമോ? ഒരു ചെറിയ ആക്ടിവിറ്റി ചെയ്യാമോ? എൻ്റെ പേര് അനീഷ്. ഞാൻ എന്ത് പറഞ്ഞു അതുപോലെ ചെയ്യണം. റെഡി ആണല്ലോ? ഓക്കെ, ഐ വിൽ ഫിനിഷ് സൂൺ വിത്തിൻ 1 മിനിറ്റ്. റെഡി ആണല്ലോ? വലത് കൈയിലെ ചൂണ്ടുവരൽ എടുക്കാവോ? വലത് കൈയിലെ ചൂണ്ടുവരല്. ഓക്കെ, അനീഷ് പറഞ്ഞ് നെറ്റിയെ തൊടാൻ ചെയ്യൂ. അനുസരണ ഇല്ലാത്ത രക്ഷകർത്താക്കൾ. അനീഷ് പറഞ്ഞു മൂക്കിൽ തൊടാൻ.
അനീഷ് പറഞ്ഞു കവളിത്തൊട, അനീഷ് പറഞ്ഞു ചുണ്ടിത്തൊട, അനീഷ് പറഞ്ഞു താടിയത്തൊട. കൊള്ളാലോ, നല്ല അനുസരണുള്ളൂ. ഒന്നുകൂടെ കളിക്കാം. അനീഷ് പറഞ്ഞു നെറ്റിയത്തൊട, അനീഷ് പറഞ്ഞു മൂക്കിത്തൊട. കുറച്ചു പേര് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നേ, കുറച്ചുപേര് ഓക്കെ, കുറച്ചുപേര് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നേ. പറഞ്ഞതല്ല, കാണിച്ചതാണ് ചെയ്യാൻ തോന്നുന്നത്. ആമേ കറക്റ്റ്, ആമേ കറക്റ്റ്, ആമേ കറക്റ്റ്. വീട്ടിൽ മക്കളോട് എന്തുമാത്രം ഉപദേശിച്ചു എന്നുള്ളതല്ല, നമ്മൾ എന്ത് കാണിച്ചു എന്നുള്ളതേ മക്കൾ പഠിക്കൂ, മക്കൾ ചെയ്യൂ. മക്കൾക്ക് മാതൃകയാകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മികച്ച മാതൃകയായി മാറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും മനോഹരമായ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിച്ച പബ്ലിക്കേഷൻസിനും ഇവിടുത്തെ എൻ്റയർ ടീമിനും നന്ദി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജീവിതം ഒളിച്ചോടാനുള്ളതല്ല, പോരാടാനുള്ളതാണ്. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്.